തിന്നിട്ടേ അമ്മയില്ലേ താഴെ? അതാകുമ്പോ നോട്ട് വീഴത്തില്ല. എങ്ങോട്ടാണ് ഒരുങ്ങി രാവിലെ? എന്തിനാ അമ്മയില്ല? ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. എന്നാ ആഞ്ചല ഇന്ന് സ്പെഷ്യൽ? ആഞ്ചലയുടെ ബർത്ത്ഡേ ആണ് ഗൈസ് ഇന്ന്. അത് പ്രമാണിച്ച് ഞങ്ങൾ ഇന്ന് പുറത്തുനിന്നാണ് ഫുഡ്, ബ്രേക്ക്ഫാസ്റ്റ്. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ചെറിയ കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. അതിനുശേഷം ആഞ്ചലയെ കൊണ്ടുവന്ന ഡ്രസ്സൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യണം. പിന്നെ നമുക്ക് ഒരു കേക്ക് വാങ്ങിക്കണം അല്ലേ അച്ഛാ? കേക്ക് വാങ്ങിക്കണം. പിന്നെ ആഞ്ചലയുടെ 1-2 ഫ്രണ്ട്സ് വരുന്നുണ്ട്. അപ്പോൾ അവർക്കെല്ലാം കൂടി ഇവിടെ ഒരു പ്ലേ ഡേറ്റ് 2 to 4 ആണ് നമ്മൾ അറേഞ്ച് ചെയ്തേക്കുന്നത്. അങ്ങനെ കുറേ പരിപാടികളുള്ള ഒരു ദിവസമാണിന്ന്. ഹെയർ ബാൻഡ് വെച്ചോ മുത്തേ, അമ്മ ഇട്ട് തരാം. എന്നിട്ട് ഇത് ജസ്റ്റ് കേട്ടോ, കയ്യിലെല്ലാം തൂത്ത് തീർക്കല്ലേ. അത് അമ്മ അങ്ങനെ പറഞ്ഞിട്ടുള്ള 2 ഫിംഗേഴ്സ് വെച്ചിട്ട്. ഗുഡ് ഗേൾ. നൗ എന്റെ ബർത്ത്ഡേ ഗേൾ ആണേ. ബർത്ത്ഡേ ഗേൾ ഇപ്പം റെസ്റ്റോറന്റിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കും. അത് കഴിഞ്ഞ് നമുക്ക് കേക്ക് വാങ്ങിക്കണം അല്ലേ ബേബി? ആഞ്ചലയ്ക്ക് എന്തൊക്കെ ഗിഫ്റ്റ് കിട്ടി പറഞ്ഞേ? ഞങ്ങൾ നേരത്തെ ആഞ്ചലയ്ക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുത്തായിരുന്നു. എന്നിട്ട് വേറെന്നാ? പിന്നെന്താ വേണം? കഴിഞ്ഞ അമ്മയില്ല ബേബി? അയ്യേ, അത് മൊത്തവും കയ്യിലാക്കിയല്ലോ. ഇന്നലെ രാത്രി ചെറിയൊരു ഡെക്കറേഷൻ ഒക്കെ ചെയ്തു. അവര് കിടന്ന് ഉറങ്ങിയായിരുന്നു. ഞങ്ങള് ബലൂണൊക്കെ വീർപ്പിച്ച് ഹാപ്പി ബർത്ത്ഡേയുടെ ബാനറൊക്കെ ഒന്ന് ചെയ്ത് എല്ലാവരും റെഡിയാക്കി വെച്ചു. ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ അച്ഛാ? രാവിലെ നമ്മുടെ കൊച്ചി ജംഗ്ഷനിൽ ഇത്രയും തിരക്കോ ശനിയാഴ്ച ആയിട്ട്? പക്ഷെ എന്റെ ബർത്ത്ഡേ ഗേൾ ഇവിടെ ഉണ്ട്. ബർത്ത്ഡേ ഗേളിന്റെ സിസ്റ്റർ അവിടെ ഉണ്ട്. മേരിയുടെ പല്ലൊക്കെ പൊഴിഞ്ഞു പോയി ഗൈസ്. കാണിച്ച മുത്തേ? അത് കുഴപ്പമില്ല, അത് എല്ലാവർക്കും പോന്നതാ. മമ്മായിക്കും ഡാഡാക്കും ഒക്കെ പോയതാ. ആഞ്ചലാടെ ഇനിയും പോകും മുത്തേ. ഓർഡർ ചെയ്തോ ആഞ്ചല? എന്നെ ഓർഡർ ചെയ്തേ? അങ്ങനെ ആദ്യം തന്നെ ഞങ്ങളൊരു ചായ ഓർഡർ ചെയ്തു. ചായയൊക്കെ വന്ന് പതുക്കെ ഞങ്ങൾ ചായ കുടിച്ചോണ്ടിരുന്നപ്പോഴത്തേക്കിന് പിള്ളേരുടെ ബ്രേക്ക്ഫാസ്റ്റും ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റും വന്നു. അമേലിയയും ആഞ്ചലായും ഇപ്രാവശ്യം ഓർഡർ ചെയ്തത് പാൻ കേക്കും ന്യൂട്രലായും ആയിരുന്നു. യൂഷ്വലി ഞങ്ങളിവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വരുമ്പോൾ ഞാനും അച്ചായനും മിക്കപ്പോഴും ഓംപ്ലേറ്റ് ആണ് ഓർഡർ ചെയ്യുന്നത്. നല്ല അടിപൊളി ഓംപ്ലേറ്റ് ആണ് ഇവിടുത്തെ കേട്ടോ. എൻ്റെ ഓംപ്ലേറ്റ് ആദ്യം വന്നു, പക്ഷെ അച്ചായൻ്റെ ഓംപ്ലേറ്റ് വരാനായിട്ട് കുറച്ച് ലേറ്റ് ആയിരുന്നു. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞു. ഇനി ഞങ്ങൾ ഇവിടെ ഒരു ചാരിറ്റി ഷോപ്പുണ്ട്, അവിടെ പോവാണ്. ഒന്നും വാങ്ങിക്കാനല്ല, വെറുതെ ഒന്ന് നടക്കാൻ. തള്ളി പൊളിക്കുവോ? അങ്ങനെ ഞങ്ങള് ചാരിറ്റി ഷോപ്പിലെ പരിപാടി എല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ കേക്ക് വാങ്ങിക്കാൻ പോവല്ലേ അച്ഛാ? You have to choose your cake. Are you sure? Okay. അങ്ങനെ ഞങ്ങൾ കേക്ക് വാങ്ങാനായിട്ട് പോവാണ്. മമ്മ പിടിച്ചോളാം. അങ്ങനെ ഞങ്ങള് ആഞ്ചലാക്ക് കേക്ക് വാങ്ങിച്ചു. ചെറിയൊരു കേക്കാ വാങ്ങിച്ചോട്ടോ. എല്ലാ വർഷവും ഞങ്ങള് LIT കേക്ക് വാങ്ങിക്കുന്നത് അല്ലേ? വലിയ കേക്ക് അവർ കഴിച്ചു ഫിനിഷ് ചെയ്യത്തില്ല, വെറുതെ നമ്മളിരുന്ന് വണ്ണം വെക്കേണ്ടത്. അതെ, അത് കുറച്ച് എക്സ്പെൻസീവും ആണ്. നമ്മളത് വാങ്ങിച്ചാൽ ഇവർ കഴിക്കുമെങ്കിൽ പ്രശ്നമില്ല, പക്ഷെ ഇവർ രണ്ടുപേരും കേക്ക് തൊടത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ചെറിയ കേക്ക് വാങ്ങിച്ചിട്ടുണ്ട് അല്ലേ ഗേൾസ്? നിങ്ങൾ കഴിക്കുവാണെങ്കിൽ കഴിച്ചോ, അതാകുമ്പോൾ ഞങ്ങൾ കുറച്ച് കഴിച്ചാൽ മതിയല്ലോ അതിൽ നിന്ന്. ഇനി ഞങ്ങൾ നേരെ പോകുന്നത് ഗ്രോസറി ഷോപ്പിങ്ങിന്. അങ്ങനെ ഷോപ്പിംഗ് ബാഗ് ഒക്കെ എടുത്തോണ്ട് നമുക്ക് പോവാം. അല്ല, 2 ഓർഡർ ആവും. ഒരെണ്ണം എൻ്റെ ജാക്കറ്റിൻ്റെ അടിയിലുണ്ട്. 2 മതി, ഒത്തിരി സാധനം വേണ്ട. ചെറിയ കാറ്റുണ്ട്, അതുകൊണ്ടാണ്. ഷാരൻ ഫ്രൂട്ട് വന്നു തുടങ്ങി ഇവിടെ. കാക്കി ഫ്രൂട്ട്. കാക്കി ഫ്രൂട്ട് അല്ലെങ്കിൽ ഷാരൻ ഫ്രൂട്ട് ഒരു സാധനമാണ് തോന്നുന്നു. ഗുഡ് ഗേൾ ആണ്. നമ്മുടെ നാട്ടിലെ കമ്പിളി നാരങ്ങയാണ് ഗൈസ്. പോംഗ്രനേറ്റ് വാങ്ങിച്ചു ഞങ്ങളല്ലേ അഞ്ചല? വെച്ചോ, ടൊമാറ്റോ വെച്ചോ വെച്ചേ. ഗുഡ് ഗേൾ. ഇതൊക്കെയോ പച്ചക്കറികൾ എടുക്കുവാണല്ലോ എൻ്റെ. പക്ഷേ ബീൻസ് എടുത്തു നമ്മള്. ഇല്ലടാ പറഞ്ഞ ഒത്തിരി വലുതൊന്നും അല്ല. നമുക്ക് എല്ലാവരും കൂടെ കഴിക്കുവാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അത് റെഡി ടു മിക്സ് മീറ്റ് ഫോർ ഗ്രേവി. ആ ലാമ്പ് എന്നാ ചെയ്യാൻ പോകുന്നത് എനിക്ക് തന്നെ അറിയത്തില്ല മാൻ. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു. അതെ, ഞങ്ങൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു. ഇപ്പോൾ 1 മണിയായി കേട്ടോ. ഞങ്ങൾ ഇനി നേരെ ചെന്നിട്ട് ആഞ്ചലായ ഡ്രസ്സപ്പ് ഒക്കെ ചെയ്യണം. ഗേൾസ് കമോൺ, എല്ലാ ടൈമിലും ഇവിടുന്ന് ഇത് എടുത്തോണ്ട് പോവാ കേട്ടോ. അങ്ങനെ സാധനമല്ല നമ്മൾ ഇടുക്കി കയറ്റി
ആഞ്ചല അമേലിയ സീറ്റ് ബെൽറ്റ് ഇട്ടോ ബേബീസ് കമോൺ. അച്ഛൻ എന്തേ ട്രോളി തിരിച്ചു കൊണ്ടിടാനായിട്ട് പോയി. Where are you going? Another fact. 6th December. You have your book to your sister. Such a coincidence. I know. Just save families to save. Say bye. Say bye bye, auntie. It is nice, see? From Esme, Darius and Alanza. That's a nice card, Angela. Like a gift കിട്ടിയോ? എവിടുന്നാ കിട്ടിയത്? കിമ്മാന്റിയും എല്ലാരും കൂടെ തന്നാ കേട്ടോ. Good girl. Esme is really kind because she even gave me these things. ആ പോയച്ചാ. Dada, I think I can open this. ആണോ? നമുക്ക് ഇത് ബാക്കി എല്ലാരും പറയട്ടെ. നമുക്ക് ബർത്ത്ഡേ പ്രസന്റ്സ് ഒക്കെ റിസീവ് ചെയ്ത് ചെറുതായിട്ട് ഓപ്പൺ ചെയ്യാം. Open this. Daddy, this is mine. This is only for me. For me. Dada, this is sellotape. ആണോ? So I understand there's sellotape. എന്റെ കൊച്ചിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടോ? ഇതിനകത്ത് ടിയാരൊക്കെ ഉണ്ടല്ലോ. Yeah, I know. അഞ്ചലാക്ക് ഇതേ ഈ ഡ്രസ്സ് ഇടണമെന്നാണ് പറഞ്ഞത്. നമ്മുടെ ഫാമിലി ഫ്രണ്ട് കൊണ്ടുവന്നതാണ്. അപ്പം ഇത് ഇട്ട് കൊടുക്കാൻ പോവാണ്. ആഞ്ചലയുടെ ഫ്രണ്ട്സ് ഒക്കെ വരാറായി. അപ്പൊ ഞങ്ങൾ ക്യുക്കായിട്ട് ഗ്രോസറി വാങ്ങിച്ച എല്ലാം കൊണ്ടുവന്ന് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചു. എന്റെ മോക്കതേ ബർത്ത്ഡേ ഗിഫ്റ്റും കിട്ടി, അൺബോക്സിംഗ് കഴിഞ്ഞു. അതെ ഇത് ഇടണമെന്ന് These for രസമുണ്ടല്ലേ? നല്ലതാടാ പൊന്നു, പ്രിൻസസ് കോസ്റ്റ്യൂം. വയ്യ ആഞ്ചല. ഇതാണോ ആഞ്ചല ഇടാൻ പോന്നേ? Yes. It looks so beautiful. You have to say thanks to Kim auntie and Vincy uncle. I did. I did. It suits me. I did, Mom. Her shoes. Oh my God. See Angela. Yes, shoes and a purse and a crown. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് ചടപടേന്ന് ഞങ്ങളുടെ ആഞ്ചല ബേബി റെഡിയാക്കി. ആഞ്ചല ഇങ്ങോട്ട് നോക്കി ബേബി. യു ലുക്ക് സോ ബ്യൂട്ടിഫുൾ ആഞ്ചല. ഞങ്ങൾ ഞങ്ങളുടെ അമേലിയെ റെഡിയാക്കി കേട്ടോ. അമേലിയ അതെ ഒരു ബ്യൂട്ടിഫുൾ ഫ്രിച്ചിയാണോ അമേലിയായും? We have the same crowns, but not the same. You know these. ഇതേ കണ്ടോ എൻ്റെ 2 little princess. പിള്ളേരെല്ലാം വന്നു, എല്ലാവരും മുകളിൽ കളിയാണ്. നമ്മളിതേ ഇവിടെ എല്ലാം റെഡിയാക്കി വെച്ചു. കപ്പ് കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ടേബിളുണ്ട്. പിന്നെ അഞ്ചലാക്കി വാങ്ങിച്ച കേക്ക് ഇവിടെ, പിള്ളേർക്കുള്ള ജ്യൂസ്, കുറച്ച് ചോക്ലേറ്റ്സ്, പിന്നെ നമ്മൾ ഡിസ്പോസിബിൾ പ്ലേറ്റ് ഗ്ലാസ് എല്ലാം വാങ്ങിച്ചായിരുന്നു. കഴുകുണ്ടല്ലോ. ചിക്കൻ നഗറ്റ്സും ചിപ്സും റെഡി ആയിക്കൊണ്ടിരിക്കും അല്ലേ? തലേദിവസം രാത്രി തന്നെ ഞങ്ങൾ ചെറിയൊരു ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വാങ്ങിച്ച കേക്കും അതുപോലെ തന്നെ കുറച്ച് കപ്പ് കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് ചോക്ലേറ്റ്സ്, അതെല്ലാം നമ്മൾ ടേബിളിൽ അറേഞ്ച് ചെയ്ത് വെച്ചു. ഇനി കേക്ക് കട്ട് ചെയ്യാനുള്ള സമയമാണ്. അങ്ങനെ ഞങ്ങളുടെ ഏഞ്ചൽ ബേബി കേക്കൊക്കെ കട്ട് ചെയ്യാൻ വളരെ ഹാപ്പിയായിട്ട് റെഡി ആയിട്ട് നിൽപ്പുണ്ട്. അങ്ങനെ ഞങ്ങളുടെ പാർട്ടിയൊക്കെ കഴിഞ്ഞു ഗൈസ്. ഇത് കളയുന്നില്ല ഒരെണ്ണം. അയ്യോ ഒരെണ്ണം ഉണ്ട്, ഇത് കളഞ്ഞേക്കട്ടെ. ഞങ്ങളുടെ കപ്പ് കേക്ക് എല്ലാം ബാക്കിയാണ്. ഞങ്ങൾ രാവിലെ പറഞ്ഞ പോലെ തന്നെ കേക്ക് ആരും തൊട്ടിട്ടില്ല. ഇനി ഇതെല്ലാം ഞങ്ങൾ കഴിച്ചിരിക്കണം ഗൈസ്, അതാണ് പ്രശ്നം. കേക്ക് കണ്ടോ, ആഞ്ചലയുടെ ഫ്രണ്ട് മാത്രം ഒരു സ്ലൈസ് കഴിച്ചു, വേറെ ആരും കഴിച്ചില്ല. നമ്മുടെ ഫ്രണ്ട് വന്നായിരുന്നു, പോകുന്നതിന് മുമ്പ് കേക്ക് കഴിക്കാന്ന് പറഞ്ഞു, പക്ഷെ നമ്മൾ മറന്നുപോയി. അപ്പൊ ഇതെല്ലാം ഇനി പിന്നെ കളയാം. ബാക്കിയെല്ലാം ഞങ്ങൾ ഒരുമാതിരി ഒതുക്കിയല്ലേ അച്ഛാ? നമ്മുടെ വീടെല്ലാം പഴയ അവസ്ഥയിലേക്ക് ആക്കി. അതെ, ക്ലീൻ അപ്പ് ചെയ്തു. പിന്നെ അതെ കുറെ ചോക്ലേറ്റ്സും കാര്യങ്ങളും ഇതൊക്കെ ഫ്രിഡ്ജിൽ കയറ്റാൻ. ഫ്രിഡ്ജിൽ വെക്കണം. അത് ഫ്രിഡ്ജിൽ വെക്കണം. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഡിന്നർ ഒന്നും ഇല്ല ഗൈസ്, എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ അതെ ഗിഫ്റ്റ് കാര്യങ്ങൾ ഇതെല്ലാം മാറ്റി വെക്കണം. ഇനി ആഞ്ചലായ അമേലിയായും ഡ്രസ്സെല്ലാം മാറ്റി കൊടുക്കണം. അവർ ഓൾറെഡി ഓടി. അങ്ങനത്തെ ഡ്രസ്സുകളൊന്നും അമേലിയയ്ക്കും ആഞ്ചലായ്ക്കും ഇഷ്ടമല്ല. ഇങ്ങനെ എന്തെങ്കിലും ചെറിയ ഫംഗ്ഷൻ വരുമ്പോൾ ഇടാനായിട്ട് ഇഷ്ടമാണ്, അല്ലെന്നുണ്ടെങ്കിൽ അവർക്കൊന്നും ഇഷ്ടമല്ല. അപ്പൊ വാ നമ്മൾ വേടിപ്പോൾ ഇതെല്ലാം മാറ്റി കൊടുക്കാം. അമ്മ എടുത്തു വെക്കാം. അയ്യേ, ഇത് പ്രിൻസസിന് നാണം വരത്തില്ലേ? ഇതല്ലെങ്കിൽ താ കുഞ്ഞുങ്ങളെ. മുത്തേ അവരോട് ഞാൻ പറഞ്ഞു, അവര് രാവിലെ എവിടെ പോയതാണ്. അപ്പച്ച ഇച്ചിരി ടയർഡ്, അപ്പൊ അവര് ചിലപ്പോഴേ വരത്തുള്ളൂ. ഓക്കെ, ഞാൻ പറഞ്ഞു കുഴപ്പമില്ല. അഞ്ചര ബേബി ഇങ്ങനെ കൊച്ചിന്റെ ബാഗ് ഒക്കെ ഇതിനകത്തിടാം. മറ്റേ ഇയറിംഗ് എന്ത് ഇതെല്ലാം കൂടെ നമുക്ക് ഒരു ബാഗിലാക്കി വെക്കാം. ഓക്കെ, അതാകുമ്പോ നെക്സ്റ്റ് ടൈം യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മള് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുമല്ലേ? അപ്പൊ ഞങ്ങള് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്. വൈകിട്ട് എത്ര മണിയായെന്ന് അറിയാമോ? 5 മണിയായി. പുറത്ത് നല്ല ഇരുട്ടായി ഓൾറെഡി, കാരണം വിന്ററൊക്കെ തുടങ്ങിയത് കൊണ്ട്. അപ്പൊ പുതിയ വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.